സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ബീട്രൂട്ട് വൈന് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ബ്ലഡൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിളർച്ച തടയുന്നതിനും സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ വരുന്നതിനും ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബീട്രൂട്ട് കൊണ്ട് എങ്ങനെയാണ് വൈൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1/2 കിലോളം വരുന്നുണ്ട്. ഇപ്പോൾ വലിയ ബീട്രൂട്ടാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് വൈനാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലൊരു പീലർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടുന്നതാണ്. അങ്ങനത്തെ 3 ബീട്രൂട്ടിൻ്റെയും സ്കിന്നെല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറോട് കൂടിയിട്ടുള്ള ബീട്രൂട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് വെച്ചിട്ട് വേണം വൈൻ തയ്യാറാക്കാൻ. ഞാനിപ്പോൾ ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഹോളിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ 3 ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി എടുക്കുന്നുണ്ട്. ഒരു വലിയൊരു പീസ് പട്ട അഥവാ സിനമൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗ്രാമ്പും അതുപോലെ തന്നെ 2 ഏലക്കയാണ് ഇതിൽ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പീസ് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം. ഇങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അങ്ങനത്തെ നമ്മൾ കംപ്ലീറ്റ് ബീട്രൂട്ടും കുക്കറിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളം ചേർക്കുന്നത്. 1.25 ലിറ്റർ വെള്ളമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനത്തെ 1.25 ലിറ്റർ വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായി ഇളക്കി എല്ലാം അവിടേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അങ്ങനത്തെ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈൻ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഇതിപ്പോൾ 1/2 കപ്പാണ്. ഇതിപ്പോൾ 1 കപ്പ്. അങ്ങനെ ഇതാ കുക്കറിലേക്ക് ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല കളറോട് കൂടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് പഞ്ചസാരയിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഉപയോഗിക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വൈൻ പെട്ടെന്ന് തന്നെ കേടാവും, പുളിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തലേന്ന് തന്നെ കഴുകിയൊക്കെ തുടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ചേർക്കാം. വെള്ളം ചൂട് ഇപ്പോഴും ഉണ്ട്. ഞാനെടുത്ത പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിലത്തെ ബാലൻസ് നീരും കൂടി എടുക്കാം. ഇനി ഈ തടിത്തവി വെച്ചിട്ടാണ് ഞാൻ ഈ പഞ്ചസാര ഇളക്കുന്നത്. അതിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടുന്നതാണ്. നന്നായി ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ സ്പൂണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഇതാ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. ചൂട് നന്നായി മാറിയ ശേഷം വേണം നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർക്കാൻ.
ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഒരു പിടി ഗോതമ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ഗോതമ്പ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തലേന്ന് തന്നെ കഴുകി ഉണക്കിയെടുത്ത ശേഷം ചേർക്കുന്നതാണ് നല്ലത്. അല്ലാതെ അപ്പം തന്നെ കഴുകിയെടുത്ത് ചേർക്കുകയാണെങ്കിലും വൈൻ പെട്ടെന്ന് തന്നെ കേടാവുന്നതാണ്. എന്താ നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ തണുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. ഇത് അര തൊട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർക്കാം. അതിനകത്ത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കുന്ന സ്പൂണോ കയ്യിലോ പാത്രങ്ങളിലോ ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വൈൻ കേടുവരുന്നതാണ്. ഈ ഒരു ബീറ്റ്റൂട്ട് വൈൻ നമുക്ക് 3 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഈസ്റ്റും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പി 2 ദിവസം മുന്നേ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് വൈൻ ചേർക്കുന്നത്. നിറച്ചൊഴിക്കാൻ പാടില്ല. ഒരു 1/4 ഭാഗത്തോളം നമുക്കത് ഒഴിച്ച് വയ്ക്കാം. അത് കംപ്ലീറ്റ് വൈന് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നന്നായി പത പോലെയൊക്കെ മുകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്നും കൂടി ഒന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കേണ്ടത്. മുകളിലൊക്കെ നന്നായി പത വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എയർ കയറാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം അടച്ചു വയ്ക്കാൻ. പ്രാണികളൊന്നും വൈനിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നൊരു തുണി വെച്ച് കെട്ടി വയ്ക്കുന്നത്. 3 ദിവസം കൊണ്ട് നമുക്ക് ഈ വൈൻ തയ്യാറാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ വൈനൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഡേ ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു കിച്ചൺ ടവൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കബോർഡിൽ വെക്കുന്നത്. അപ്പോൾ 3 ദിവസം കൊണ്ട് നമ്മുടെ വൈനൊക്കെ റെഡിയാവുന്നതാണ്. ഫസ്റ്റ് ഡേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ടൈറ്റായിട്ട് അടച്ചിട്ടൊന്നുമില്ല. ഇതാ മുകളിലിങ്ങനെ പത പോലെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മരത്തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാവിടെയും ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതുപോലെ 3 ദിവസം ഒരേ സമയത്ത് തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഈസ്റ്റൊക്കെ നന്നായി ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് അതിൽ പത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇനി 2ാം ദിവസവും അതുപോലെ തന്നെ 3ാം ദിവസവും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ 3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ വൈനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വൈനാണ് ഈ ബീറ്റ്റൂട്ട് വൈന്. പ്രത്യേകിച്ച് ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ബീറ്റ്റൂട്ട് വൈന്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഒന്ന് തുറന്നു നോക്കാം. വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കവേർഡ് ആയിട്ടുള്ള ഇരുട്ട് റൂമിലൊക്കെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഡേ ആണിത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. സൈഡിലൊക്കെ ചെറുതായിട്ടൊരു പത പോലെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. തുറക്കുമ്പോൾ തന്നെ വൈൻ്റെ ഒരു ചെറിയൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും കവർ ചെയ്ത് അടച്ചു വയ്ക്കാം. ഇളക്കി കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് പതയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് 3ാമത്തെ ദിവസം ഒന്ന് തുറന്നു നോക്കാം. അതിനകത്ത് 3ാമത്തെ ദിവസമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിൽ ചെറുതായിട്ടൊരു പത പോലെയൊക്കെ വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 3ാമത്തെ ദിവസം നമ്മൾക്കത് കഴിക്കാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നല്ല കളറോട് കൂടിയിട്ടുള്ള ബീറ്റ്റൂട്ട് വൈനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല മധുരമുണ്ട്. 3 ദിവസം കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു വൈനാണ് ഈ ബീറ്റ്റൂട്ട് വൈന്. അപ്പോൾ ബാലൻസ് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ 3 ദിവസം മതി നമുക്ക് ഈ ഒരു വൈന് തയ്യാറാക്കാം. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വൈനാണിത്. അത് 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ വൈൻ റെഡിയായി കിട്ടുന്നതാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വൈൻ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.